എൻ്റെ സഹോദരങ്ങളെ, വലിയ നോമ്പിൻ്റെ ഈ നാളുകൾ ഇത് പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ദിനങ്ങളാണ്. കർത്താവിൻ്റെ രക്ഷയിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ലോകത്തിലും കാണുന്ന നിരവധിയായ തകർച്ചകളുടെയും വിനാശങ്ങളുടെയും ഒരു പ്രധാന കാരണം നമ്മൾ ഈ രക്ഷയെ അവഗണിച്ച് ജീവിക്കുന്നു എന്നുള്ളതാണ്. കർത്താവ് നമുക്കായി നേടിത്തന്ന ഈ സൗജന്യ രക്ഷയെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കിഷ്ടപ്പെട്ട വഴിയിലൂടെ പോകുന്നു. യെശയ്യാ പ്രവചനത്തിൽ കർത്താവ് വേദനയോടെ പറയുന്നൊരു കാര്യമുണ്ട്. അവർ ആടുകളെപ്പോലെ വഴിതെറ്റിപ്പോയി, ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. ശ്രദ്ധിക്കണമേ, സ്വന്തം വഴിക്ക് പോയി. നമുക്ക് തോന്നുന്ന, നമുക്കിഷ്ടപ്പെടുന്ന, നമുക്ക് സുഖം തരുന്ന നമ്മുടേതായ വഴികളിലൂടെ നമ്മൾ പോകുന്നു. ഈ ഒരു യാത്ര നമ്മെ അനേകരെ തകർച്ചയിലേക്കും നാശത്തിലേക്കും ദുരിതത്തിലേക്കും സങ്കടത്തിലും എത്തിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ കലുഷിതമാണ്, തിന്മ നിറഞ്ഞൊരു കാലഘട്ടം. നമുക്കൊരു നല്ല വാർത്ത അധികം കേൾക്കാൻ പറ്റുന്നില്ല. നമ്മൾ കേൾക്കുന്ന വാർത്തകളെല്ലാം നമ്മുടെ മനസ്സിന് ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന, നമ്മുടെ മനസ്സാക്ഷിയെ ദുഃഖിപ്പിക്കുന്ന സങ്കടകരമായ വാർത്തകളാണ് ദിനംതോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പൗലോസ്ലീഹ ഗലാത്യ സഭയോട് പറഞ്ഞു, 1-ാം അധ്യായം 4-ാം വചനത്തിൽ, 1-ാം അധ്യായം 4-ാമത്തെ വചനം, തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ അഭിഷ്ടമനുസരിച്ച് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. എത്ര ശക്തമായ തിരുവചനമാണിത്! തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന്. എന്താണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ഇത് തിന്മ നിറഞ്ഞൊരു കാലഘട്ടമാണ്. എല്ലാവിധത്തിലുമുള്ള പാപമ്ലേച്ഛതകൾ, അരാജകത്വങ്ങൾ, തിന്മയുടെ അതിപ്രസരങ്ങൾ, പലവിധത്തിലുള്ള ദുഷിപ്പുകൾ, വക്രതകൾ, ഇന്നു വേണ്ട എല്ലാവിധത്തിലുള്ള അരാജകത്വം നിറഞ്ഞു നിന്നിരിക്കുന്നൊരു കാലഘട്ടം. ഈ തിന്മയുടെ, ഈ അരാജകത്വത്തിൻ്റെ ഈ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മൾ വീണ്ടെടുക്കുവാൻ, നമുക്ക് നിത്യരക്ഷ തരുവാൻ പിതാവായ ദൈവത്തിൻ്റെ അഭിഷ്ടമനുസരിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചു. ദുർവാർത്തകൾ നിറഞ്ഞ ഈ തലമുറയോട് പരിശുദ്ധാത്മാവ് നൽകുന്ന സദ്വാർത്തയാണിത്. നമ്മുടെ വീണ്ടെടുപ്പിനു വേണ്ടി, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ! എത്ര മനോഹരമായ രക്ഷാകര പ്രവൃത്തിയാണിത്. എൻ്റെ സഹോദരങ്ങളെ, ഇത്രമാത്രം മഹത്തരമായ ഈ രക്ഷയെ നമ്മൾ അവഗണിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്തുമാത്രം കൊടിയ തകർച്ചയിലാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര പേര് ഈ രക്ഷയുടെ അനുഭവത്തിൽ ദിനംതോറും ജീവിക്കുന്നുണ്ട്? കർത്താവിനെ കണ്ടുമുട്ടി, നമ്മുടെ കർത്താവിനെ സ്വന്തമാക്കി, അവൻ നേടിത്തന്ന രക്ഷയിൽ നമ്മുടെ കുടുംബങ്ങൾ വളരുന്നുണ്ടോ? നമ്മുടെ സമൂഹം ഇന്ന് നിലനിൽക്കുന്നത് ഈ രക്ഷാകരമായ ജീവസമൃദ്ധിയിലാണോ എന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ മുൻപിലിരുന്ന് നമ്മെ തന്നെ ആത്മശോധന ചെയ്യണം. ഇന്ന് കർത്താവിൻ്റെ വലിയൊരു വേദന എന്ന് പറയുന്നത്, കർത്താവ് നമുക്കായി നേടിത്തന്ന രക്ഷ നാം അവഗണിച്ചു കളയുന്നു. ആ രക്ഷയെ നമ്മൾ തിരസ്കരിക്കുന്നു. ഇത് ഈശോയുടെ ഹൃദയത്തെ ഒത്തിരി നൊമ്പരപ്പെടുത്തുന്നുണ്ട്. തിന്മ നിറഞ്ഞ ഈ തലമുറയിൽ നിന്ന്, ഈ കാലഘട്ടത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കുവാനാണ് കർത്താവായ യേശു തന്നെ ബലിയായി നമുക്ക് നൽകിയത്. ആമേൻ. നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനം എന്താ സഹോദരങ്ങളെ? നമ്മുടെ കർത്താവിൻ്റെ ജീവിതവും അവിടുത്തെ പീഡാസഹനവും നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണവും അവിടുത്തെ ഉത്ഥാനവുമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം.
ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും അവന്റെ ഉത്ഥാനവുമാണ്. നമ്മുടെ കർത്താവ് മരിച്ച് ഉദ്ധാനം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഇത് വ്യർത്ഥമാണ്, ഈ സുവിശേഷ പ്രഘോഷണം വ്യർത്ഥമാണ്, ഈ വിശ്വാസം വ്യർത്ഥമാണ്. ഈ ലോകത്തിലെ ലൗകികരായ മനുഷ്യർ ചെയ്യുന്നതുപോലെ നമുക്ക് തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും ഇഷ്ടം പോലെ ജീവിക്കാമായിരുന്നു. എന്നാൽ കർത്താവ് നമുക്കായി നേടിത്തന്ന ഈ നിത്യമായ രക്ഷ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? നാം നമ്മുടെ സ്വന്തം വഴിക്ക് പോകാൻ വിളിക്കപ്പെട്ടവരല്ല. കർത്താവിന് യോഗ്യമാം വിധം, നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന വിധം ജീവിക്കുവാനാണ് യേശു നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ചത്. പൗലോസ്ലീഹ സഭയോട് ഈ സത്യം പറയുകയാണ്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. ഉണർവോടെ നിങ്ങൾ ഉച്ചത്തിൽ ആ തിരുവചനം വായിക്കുക. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിക്കാം. ഈ വചനത്തിലൂടെ എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? ഒന്ന്, നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും. 2, നമ്മുടെ കർത്താവിൻ്റെ മഹത്വപൂർണമായ ഉത്ഥാനമാണ്. മരണത്തെ തോൽപ്പിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ തകർത്ത് നമ്മുടെ കർത്താവ് 3-ാം ദിനം ഉത്ഥാനം ചെയ്തു. അവന്റെ മഹത്വപൂർണമായ ഉത്ഥാനം, ഇതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. കർത്താവിൻ്റെ കുരിശുമരണവും അവിടുത്തെ ഉത്ഥാനവുമാണ് നമ്മുടെ രക്ഷയുടെ ആധാരം. നമ്മുടെ കർത്താവ് കുരിശിൽ നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി മാറിയില്ലെങ്കിൽ, അവൻ മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനം ചെയ്തില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല, നമുക്ക് വീണ്ടെടുപ്പില്ല. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് നിത്യജീവനില്ല. നമ്മുടെ നിത്യജീവന്റെ അടിസ്ഥാനം ക്രിസ്തുവിന്റെ കുരിശുമരണവും അവന്റെ ഉത്ഥാനവും. ഹല്ലേലൂയ. ഇതിലൂടെയാണ് സമ്പൂർണമായ രക്ഷ, ആ പെർഫെക്റ്റ് സാൽവേഷൻ ഈശോ നമുക്ക് നേടിത്തന്നത്. ഈശോയെ രാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, രക്ഷ ഞങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈ രക്ഷാകരമായ ജീവൻ പകരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അസ്വസ്ഥതകള്, കലഹങ്ങള്, കണ്ണുനീരുകള്, അടിക്കടിക്കുന്ന തകർച്ചകള്, പലവിധ പാപബന്ധനങ്ങള്, തിന്മകള്, പൈശാചിക ആക്രമണങ്ങള്, ഇതിൽ നിന്നെല്ലാം കർത്താവേ രക്ഷയുടെ അത്ഭുത ശക്തിയാ ഞങ്ങളുടെ കുടുംബങ്ങളെ വിമോചിപ്പിക്കണമേ. സ്തുതിക്കുന്നു പരിശുദ്ധ. പ്രാർത്ഥിക്കുക. യേശു നാമം വിളിച്ചു പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അത്ഭുത നാമത്തെ വിളിച്ചു പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, ദൈവകൃപ കൊണ്ട് നിറയട്ടെ, നമ്മുടെ തലമുറകളിലേക്ക് അഭിഷേകം കൊടുക്കട്ടെ. കർത്താവേ സ്തുതിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം നമ്മുടെ കർത്താവിൻ്റെ കുരിശുമരണവും അവിടുത്തെ ഉത്ഥാനവുമാണ്. ആ വിശുദ്ധ ദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഏറ്റവും ഒരുക്കത്തോടെ കർത്താവിനോട് ചേർന്ന് പെസഹായുടെയും ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററിൻ്റെയും അത്ഭുതകരമായ ശക്തി അനുഭവിച്ച് നമ്മൾ ജീവിക്കണം. അത് കർത്താവ് നമുക്കായി നേടിത്തന്ന രക്ഷയുടെ ശക്തിയാണ്. പവർ ഓഫ് സാൽവേഷൻ, അത് രക്ഷാകരമായ ശക്തിയാണ്. യോഹന്നാൻ ശ്ലീഹ സഭയോട് പറയുന്നുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണ്. എൻ്റെ ഹൃദയത്തെ ഒത്തിരി ആശ്വസിപ്പിക്കുന്നൊരു വചനം. എൻ്റെ സഹോദരങ്ങളെ, എന്തുമാത്രം സ്നേഹമാണ് കർത്താവ് നമ്മോട് കാണിച്ചത്. യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ വചനം 2:2 പരിശുദ്ധ വചനം പറയുന്നു, അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. ഈ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപ പരിഹാര ബലിയാണ്. ആമേൻ. യേശു ക്രിസ്തു നമ്മുടെ പാപപരിഹാര ബലിയാണ്. മനുഷ്യവർഗം മുഴുവൻ്റെയും
സകല പാപങ്ങൾക്കുള്ള പരിഹാര ബലിയാണ് കർത്താവായ യേശു. തൻ്റെ കുരിശു മരണത്തിലൂടെ അവിടെ നമുക്ക് നൽകിയത് ഈ പാപമോചനമാണ്, വീണ്ടെടുപ്പാണ്, നിത്യമായ രക്ഷയാണ്. നമ്മളിനി പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവരല്ല. സകല പാപങ്ങൾക്കും കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ പാപമോചനമുണ്ട്. അവൻ നമ്മുടെ പാപപരിഹാരമാണ്. മനുഷ്യവർഗം മുഴുവൻ്റെയും സകല പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കർത്താവായ യേശു കുരിശിൽ ബലിയായി മാറിയത്. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു വെളിപാട് നമ്മുടെ ഹൃദയത്തിൽ പ്രകാശിതമാകുമ്പോൾ നമ്മൾ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കും, കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി മാറും. യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്, ദൈവപിതാവിൻ്റെ സ്നേഹം നമുക്ക് പാപപരിഹാര ബലിയായ യേശുവിനെ ദൈവം നിശ്ചയിച്ചു തന്നു. അതിൻ്റെ കാരണം എന്താ? നമ്മൾ പാപത്തിൽ നശിച്ചു പോകാതിരിക്കാൻ. പാപത്തിനൊരു ശിക്ഷാവിധിയുണ്ട് സഹോദരങ്ങളെ. നമ്മൾ ഇന്നലെ കണ്ടു, നിത്യമായ മരണത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ വിമോചിപ്പിച്ചു. പൗലോസ് ശ്ലീഹ പറയുന്നു, റോമർ 8:1 പറയുന്നു, റോമർ 8:1 എന്താ പറയുന്നത്? യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവർ ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇറ്റേണൽ പണിഷ്മെന്റ്, നിത്യശിക്ഷയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആരെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിനോട് ചേർന്ന് അവിടുത്തെ ഐക്യപ്പെട്ട് ജീവിക്കുന്നുവോ അവർക്കാർക്കും ശിക്ഷാവിധിയില്ല. എത്ര ശക്തമായ സന്ദേശമാണ്! നോ ജഡ്ജ്മെന്റ്. അവരുടെ മേൽ ശിക്ഷാവിധിക്ക് അധികാരമില്ല. കാരണം അവർ കർത്താവിന്റെ ജീവനിലാണ് ജീവിക്കുന്നത്, കർത്താവിന്റെ രക്ഷയിലാണ് ജീവിക്കുന്നത്. ശിക്ഷാവിധി അവർക്കില്ല സഹോദരങ്ങളെ. നമ്മളാരും നശിച്ചു പോകാൻ, പാപത്തിൽ നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് തൻ്റെ പുത്രനായ യേശുവിനെ പാപപരിഹാര ബലിയായി ദൈവപിതാവ് നമുക്ക് നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വചനത്തിൽ സുവിശേഷത്തിൻ്റെ ഉള്ളടക്കമാണ് ഈ വചനം. സുവിശേഷത്തിൻ്റെ കണ്ടന്റ്, അതിൻ്റെ യഥാർത്ഥ ഉള്ളടക്കമാണ് ഈ വചനം നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നമ്മളാരും പാപത്തിൽ നശിച്ചു പോകാതിരിക്കാൻ, നമ്മൾ നിത്യശിക്ഷയിൽ അമർന്നു പോകാതിരിക്കാൻ, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ പാപപരിഹാര ബലിയായി ദൈവപിതാവ് നമുക്കായി നിശ്ചയിച്ചു തന്നു. അതിന്റെ സെലിബ്രേഷന് നമ്മൾ കൊണ്ടാടുന്നത്. ഇത് വലിയൊരു ആഘോഷമാണ് സഹോദരങ്ങളെ. ക്രൈസ്തവ വിശ്വാസത്തിന് ഏറ്റവും വലിയ ആഘോഷമാണിത്. കർത്താവിന്റെ മഹത്വപൂർണ്ണ ഉത്ഥാനം, കർത്താവിന്റെ കുരിശുമരണം, നമുക്ക് നൽകപ്പെട്ട വീണ്ടെടുപ്പ്, നിത്യമായ രക്ഷ, സൗജന്യ രക്ഷ, ഇത് സെലിബ്രേറ്റ് ചെയ്ത് ഓരോ ദിവസവും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. കരമടിച്ച കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. പോരാ ശക്തിയോടെ ഈ രക്ഷ നിങ്ങൾ ഏറ്റെടുക്കുക, ഈ രക്ഷ നിങ്ങൾ സ്വീകരിക്കുക. വിശ്വാസത്തോടെ യേശു നൽകിയ ഈ സൗജന്യ രക്ഷ നിങ്ങൾ ഏറ്റെടുക്കുക. കർത്താവെ സ്തുതിക്കുന്നു. ഒഴുകട്ടെ അഭിഷേകം നിറയട്ടെ. നമ്മൾ പാടി പ്രാർത്ഥിച്ചില്ലേ, യേശു തന്റെ ജീവൻ കൊടുത്ത് തന്നെ അവൻ വീണ്ടെടുത്തു, തന്നെ രക്തം കൊടുത്ത് നമ്മെ അവൻ സ്വന്തമെടുത്തു എന്ന് ചേർത്ത് പാടിക്കേ. യേശു തന്റെ ജീവൻ കൊടുത്തു, നമ്മെ അവൻ വീണ്ടെടുത്തു, പാപപരിഹാര ബലിയായി തന്നെ രക്തം കൊടുത്തു, നമ്മെ അവൻ സ്വന്തമെടുത്തു. നമ്മൾ ശിക്ഷാവിധിയെ ഭയപ്പെടേണ്ട. നമുക്കിനി പാപത്തിന്റെ മേൽ ഒരു നിത്യ മരണമില്ല. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, നമ്മൾ പാടുകയാണ്, പാപത്തിനെന്റെ മേൽ ഭരണമില്ല,
ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. ആമേൻ. പാപത്തിനെ സ്തുതിക്കുന്നു. Power. മരണമില്ല. Yes, Lord. ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. യേശുക്രിസ്തു നമ്മുടെ പാപപരിഹാര ബലിയാണ്. അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. അവന്റെ കുരിശിലെ ബലിയിൽ നമുക്ക് സമ്പൂർണമായ രക്ഷയുണ്ട്, വീണ്ടെടുപ്പുണ്ട്. കർത്താവിന്റെ ഉത്ഥാനത്തിൽ നമുക്ക് പൂർണ്ണമായ വിമോചനമുണ്ട്, നിത്യജീവനുണ്ട്, നിത്യജീവൻ. എബ്രായ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹീബ്രു 5:9 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? പരിപൂർണനാക്കപ്പെട്ടത് വഴി അവൻ തന്നനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം ആരാണ്? കർത്താവായ യേശുവാണ്. യേശുവാണ് നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം. നമ്മുടെ ഇറ്റേണൽ സാൽവേഷന്റെ ആ റിയൽ സോഴ്സ് യേശുവാണ്, ജീസസ് ആണ്, യേശുവാണ്, മറ്റൊന്നുമല്ല സഹോദരൻ. ഈ ലോകത്തിൽ വേറെ ഒന്നുമല്ല, ഈ ലോകത്തിന് മറ്റൊരു സംവിധാനമല്ല, ഈ ലോകത്തിന് യാതൊന്നുമല്ല. നമ്മുടെ നിത്യരക്ഷയുടെ, നമ്മുടെ വീണ്ടെടുപ്പിന്റെ, നമ്മുടെ നിത്യജീവന്റെ ഉറവിടം കർത്താവായ യേശു മാത്രമാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. യേശു ക്രിസ്തുവാണ് നമ്മുടെ നിത്യരക്ഷയുടെ ഉറവിടം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഈ സമ്പൂർണ്ണ രക്ഷയിൽ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കുരിശിലെ ബലിയിൽ നമുക്ക് അപൂർണമായ രക്ഷ ലഭിച്ചത്, സമ്പൂർണമായി വീണ്ടെടുപ്പ് ലഭിച്ചത്? നമ്മൾ ഇന്നലത്തെ ശുശ്രൂഷയിൽ കണ്ടു. പെർഫെക്റ്റ് പവർ. നമ്മളെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിവുണ്ട്. അവൻ സർവശക്തനായ ദൈവമാണ്, സർവാധിപനായ ദൈവമാണ്. നമ്മളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം നമ്മുടെ കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. പെർഫെക്റ്റ് പവർ, പരിപൂർണമായ ശക്തി കർത്താവിനുണ്ട്. നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നത് പെർഫെക്റ്റ് ലൈഫാണ്, പരിപൂർണമായ ജീവിതം. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം പെർഫെക്റ്റ് ലൈഫായിരുന്നു, ഒരു പൂർണ്ണതയുള്ള ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കുരിശിലെ മരണത്തിൽ, അവൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് നിത്യ രക്ഷ ലഭിച്ചത്. ലോക ചരിത്രത്തിൽ അനേകർ കുരിശിൽ മരിച്ചിട്ടുണ്ട്. എന്നാൽ അവരുടെ മരണത്തിന് നമ്മളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കാർക്കും ഈ പെർഫെക്റ്റ് ലൈഫ് ഉണ്ടായിരുന്നില്ല, അവർ പൂർണ്ണരാക്കപ്പെട്ടവരായിരുന്നില്ല. ദൈവത്തിൻ്റെ വചനം കണ്ടില്ലേ നമ്മൾ? ഹെബ്രായർ 5:9, ഹീബ്രു 5:9 കണ്ടു. പരിപൂർണനാക്കപ്പെട്ടത് വഴി നമ്മുടെ കർത്താവ് പരിപൂർണനാണ്, അവൻ പരിപൂർണനാണ്, അവൻ പൂർണ്ണനാണ്. ലോക ചരിത്രത്തിൽ ഇതുപോലെ പരിപൂർണനായി ഒരു വ്യക്തി പോലും ഇല്ല സഹോദരങ്ങളെ. അത് കർത്താവായ യേശു മാത്രം. ഇതാണ് നമ്മുടെ കർത്താവിന്റെ യുണിക്നെസ്, നമ്മുടെ കർത്താവിന്റെ അനന്യത, അവന്റെ യുണിക്നെസ് അറിഞ്ഞു ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. യെസ്, യേശുവിന് തുല്യൻ അവൻ മാത്രം, അവൻ മാത്രമാണ്, അവൻ മാത്രമാണ് പരിപൂർണനായവൻ. അപ്പൊ കർത്താവിൻ്റെ ലൈഫ് അത് പെർഫെക്റ്റ് ലൈഫാണ്, പെർഫെക്റ്റ് ലൈഫാണ്. ഇതിനോട് ബന്ധപ്പെട്ട് പരിശുദ്ധ വചനം പറയുന്നു. ഹെബ്രായ പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ തിരുവചനം. നിങ്ങൾ ശ്രദ്ധാപൂർവം ഉച്ചത്തിലെ വചനം വായിച്ച്, ഉണർവോടെ വായിച്ചെല്ലാവരും. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. നമ്മുടെ ഹൃദയത്തിന് ഒത്തിരിയേറെ പ്രത്യാശ തരുന്നൊരു വചനം. നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊപ്പം സഹതപിക്കുന്ന കർത്താവ്, നമ്മുടെ വേദനകളിൽ നമ്മോട് ചേർന്ന് വേദനിക്കുന്ന കർത്താവ്, നമ്മുടെ കണ്ണുനീരുകളിൽ നമ്മോടൊപ്പം കരയുന്ന കർത്താവ്, മാറിയിരിക്കുന്നവനല്ല, ഇതൊന്നും അറിയാതെ പോകുന്നവനല്ല സഹോദരങ്ങളെ.
പലപ്പോഴും നമ്മൾ പറയാറില്ലേ, എൻ്റെ വേദന ആരും മനസ്സിലാക്കുന്നില്ല, എൻ്റെ കണ്ണുനീര് ആരും കാണുന്നില്ല, എൻ്റെ സങ്കടം ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മൾ നിരന്തരം പരാതി പറയാറുണ്ട്, നമ്മൾ പിറുപിറുക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നിന്നോട് സംസാരിക്കുക. നിന്റെ വേദനകളിൽ, നിന്റെ ബലഹീനതകളിൽ, നിന്റെ ദുഃഖങ്ങളിൽ, നിന്റെ കണ്ണുനീരുകളിൽ നിന്നോടൊപ്പം ദുഃഖിക്കുന്നവനും വേദനിക്കുന്നവനും സങ്കടപ്പെടുന്നവനുമാണ് നിന്റെ കർത്താവായ യേശു. നീ അതിൽ സംശയിക്കേണ്ടത് വചനമാണിത്. നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല ഈശോ. നമുക്ക് വേണ്ടി നിരന്തരം പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്ന ഈശോ. രണ്ടാമത് എന്താ വചനം പറയുന്നത്? ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. പക്ഷേ ഈ പ്രലോഭനങ്ങളിലും പരീക്ഷകളിലും അവനൊരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല. പെർഫെക്റ്റ് ലൈഫ്. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ പൂർണ്ണതയുള്ള ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിന്റെ ജീവിതം. അത് പൂർണ്ണതയുള്ള ഒരു പെർഫെക്റ്റ് ലൈഫായിരുന്നു. ഹല്ലേലൂയ. പൂർണ്ണമായ ജീവിതം. ഇത് പറയുമ്പോൾ ശക്തമായൊരു അഭിഷേകം. നമ്മുടെ കർത്താവ് എത്രയോ നല്ലവൻ, അവിടുന്ന് എത്രയോ വിശ്വസ്തൻ. നമ്മുടെ കർത്താവിന്റെ കാരുണ്യം ശാശ്വതമാണ്, മാറിപ്പോകാത്തതാണ്. അവിടുന്ന് നല്ലവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഏറ്റുപറഞ്ഞ് സ്തുതിച്ച് കർത്താവിന്റെ നന്മകൾ ഏറ്റുപറഞ്ഞ് സ്തുതിച്ച്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുടെ മേലും കൃപ വ്യാപരിക്കട്ടെ. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, പെർഫെക്റ്റ് ലൈഫ്, പൂർണ്ണതയുള്ള ജീവിതം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞേ, നമുക്കറിയാം ഒരു പാപിക്ക് എങ്ങനെ പാപികളെ വീണ്ടെടുക്കാൻ പറ്റും? പാപികളെ വീണ്ടെടുക്കാൻ പറ്റണമെങ്കിൽ പാപമില്ലാത്തവനാണ്. പാപമില്ലാത്തവന് മാത്രമേ ഒരു പാപിയെ വീണ്ടെടുക്കുവാനും രക്ഷിക്കുവാനും പറ്റുകയുള്ളൂ. പൗലോസ്ലീഹ പറയുന്നുണ്ട്. നാളെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 21-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. എത്ര ശക്തമായ വചനം! നിങ്ങളെ വചനം ശ്രദ്ധിച്ചുവോ? പാപമറിയാത്ത യേശു ക്രിസ്തുവിനെ, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. അവൻ പാപം എന്താന്ന് കർത്താവിന് അറിയില്ല സഹോദരങ്ങളെ. പാപമറിയാത്ത യേശുവിനെ ദൈവപിതാവ് നമുക്ക് വേണ്ടി പാപമാക്കി. എന്തിനെ? നാം അവനിൽ നീതിയാകേണ്ടതിന്, നമ്മൾ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് കർത്താവ് ദൈവപിതാവ് യേശുവിനെ പാപമാക്കി മാറ്റി. അതുകൊണ്ടാണ് നമുക്ക് വീണ്ടെടുപ്പുണ്ടായത്. പാപമില്ലാത്ത ഒരുവന് മാത്രമേ പാപമുള്ളവരെ രക്ഷിക്കുവാൻ സാധിക്കുള്ളൂ. ലോക ചരിത്രത്തിൽ പാപമില്ലാതെ വന്നവൻ ഒരുവൻ മാത്രം, അത് കർത്താവായ യേശു മാത്രമാണ്. യേശു മാത്രം. പാപമില്ലാതെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ഒരേ ഒരു ജീവിതം, അത് കർത്താവായ യേശുവാണ്. ഇതാണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത്. ലോകത്തിൽ അനേക മത നേതാക്കളുണ്ടായിട്ടുണ്ട്, ചരിത്രകാരന്മാരുണ്ടായിട്ടുണ്ട്, വലിയ വലിയ ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട്. ലോകത്തെ കീഴ്മേൽ മറിച്ച ഒരുപാട് രാജാക്കന്മാരും ലോക നേതാക്കളും നല്ല കഴിവും പ്രാപ്തിയും ലോക ജനതയിൽ ഒത്തിരി സ്വാധീനമുള്ള ആയിരക്കണക്കിന് ജീവിതങ്ങൾ ലോക ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവരൊന്നും പാപമില്ലാത്തവരായിരുന്നില്ല. പാപമറിയാത്തവനെ, അതൊരുവനാണ്, യേശു മാത്രം. പാപമറിയാത്തവൻ, പാപം എന്താണെന്നറിയാത്തവൻ, പാപത്തിന് സുഖം അനുഭവിക്കാത്തവൻ, പാപത്തിന്റെ കെണിലകപ്പെടാത്തവൻ, യേശു മാത്രം. അതുകൊണ്ട് നമുക്ക് വീണ്ടെടുപ്പുണ്ടായത്, നമുക്ക് നിത്യരക്ഷ ലഭിച്ചത്. നമ്മൾ ഇതുമാത്രം കർത്താവിനോട് ചേർന്ന് ജീവിക്കണം സഹോദരങ്ങളെ.
കർത്താവ് നൽകിയ ഈ സൗജന്യ രക്ഷ എന്തുമാത്രം അനുഭവിച്ച് ജീവിക്കണം. ആ ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം. എബ്രായ പുസ്തകം 7-ാം അധ്യായം 25 മുതൽ 28 വരെ നിങ്ങൾ ആ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ വചനം നിങ്ങളത് ശ്രദ്ധിച്ച് വായിക്കണം. എബ്രായ പുസ്തകം 7-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ സമ്പൂർണ്ണ രക്ഷ എന്നുള്ള ഈ വചന ശുശ്രൂഷ നമ്മൾ ക്രമീകരിക്കുന്നത്. അതിൽ എബ്രായ പുസ്തകം 7-ാം അധ്യായം 26-ാമത്തെ വചനം, ഈ വചനത്തിൽ 5 കാര്യങ്ങൾ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധാപൂർവം, ഇത് കർത്താവിൻ്റെ സ്വഭാവമാണ്. നമ്മുടെ കർത്താവിൻ്റെ പെർഫെക്റ്റ് ലൈഫിനെ കാണിക്കുന്ന വചനമാണിത്. പൂർണ്ണമായ ജീവിതം. നമുക്കൊന്നിച്ച് വായിക്കാം. പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ. 5 കാര്യങ്ങൾ പറയുന്നു. 1, നമ്മുടെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനാണ്, പരിശുദ്ധൻ. 2, ദോഷരഹിതനാണ്. 3, നിഷ്കളങ്കനാണ്. 4, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനാണ്. 5, സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശു. കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. സ്വർഗത്തിനുമേൽ ഉയർത്തപ്പെട്ടവൻ. ഈ 5 വിശേഷണങ്ങൾ കർത്താവിനെ കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അതിലൊന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് കർത്താവിൻ്റെ ആ പെർഫെക്റ്റ് ലൈഫിനെ കാണിക്കുകയാണ്, അല്ലേ? പൂർണ്ണമായ ജീവിതം. ആരുണ്ട് ലോക ചരിത്രത്തിൽ ഇതുപോലെ ഒരുവൻ? ആരാ ഉള്ളത് സഹോദരങ്ങൾ? ആരുമില്ല. കർത്താവായ യേശു മാത്രമാണ്. യെശയ്യാ പ്രവചനം 6:3 പ്രവാചകനായ യെശയ്യാ കാണുന്നുണ്ട്. ഉന്നതമായ മഹത്വത്തിൽ കർത്താവ് ഉപവിഷ്ടനായിരിക്കുന്നു. എന്താണ് സെറാഫുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. മലാഖമാര് വിളിച്ചു പറയാണ്, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. നിരന്തരം ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുക കർത്താവിൻ്റെ പരിശുദ്ധി. അവർ ഉദ്ഘോഷിക്കുന്നു, യെസ്, നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. തൻ്റെ രഹസ്യ ജീവിതത്തിലും തൻ്റെ പരസ്യ ജീവിതത്തിലും കർത്താവ് പരിശുദ്ധിയോടെ ജീവിച്ചു. കാപട്യവും കള്ളത്തരവും ഒന്നും കർത്താവിൻ്റെ ജീവിതത്തിൽ ഇല്ല സഹോദരങ്ങൾ. പലപ്പോഴും നമ്മൾ രഹസ്യ ജീവിതത്തിൽ കപടാത്മാക്കളായി മാറുന്നുണ്ട്. പരസ്യ ജീവിതത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാനും സൊസൈറ്റിയെ കുറച്ചൊക്കെ ഭയമുള്ളത് കൊണ്ടും നമ്മൾ നല്ലവരായി ചമയുന്നു പലപ്പോഴും. എന്നാൽ നമ്മുടെ രഹസ്യ ജീവിതം പലപ്പോഴും പ്രിയപ്പെട്ടവർ അവിശ്വസ്തതയുടെയും ജഡീകതകളുടെയും മ്ലേച്ഛതകളുടെയും ഒരു തിന്മയുടെ കൂടാരമായി മാറുന്നുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയുന്ന സഹോദരങ്ങളെ, നമ്മുടെ രഹസ്യ ജീവിതം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ അത് പരിശുദ്ധമാണോ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കർത്താവിൻ്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതത്തെക്കുറിച്ച് സ്വർഗം നൽകിയ സാക്ഷ്യം എന്താണ്? 30 വർഷത്തെ തൻ്റെ രഹസ്യ ജീവിതം കണ്ട് തൻ്റെ മാമോദീസ വേളയിൽ സ്വർഗം സാക്ഷ്യപ്പെടുത്തി. ദൈവപിതാവ് 30 വർഷത്തെ രഹസ്യ ജീവിതത്തിൽ എന്താണത് പിതാവ് സാക്ഷ്യപ്പെടുത്തിയത്? ശിലുക്കാട് സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വായിക്കുക. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാപിന്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30 വർഷത്തെ രഹസ്യ ജീവിതം കണ്ട്
ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ്, നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അംഗീകാരം, അപ്രൂവൽ ഉണ്ടാവുകയാണ്. തൻ്റെ രഹസ്യ ജീവിതത്തിൽ കർത്താവ് വിശ്വസ്തനായിരുന്നു. തൻ്റെ പിതാവിനോട് വിശ്വസ്ത സാക്ഷിയായിരുന്നു ഈശോ. കാപട്യവും കള്ളത്തരവും ചതിയും അശുദ്ധിയും ഒന്നും നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിലില്ല. വചനം പറഞ്ഞില്ലേ, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ, ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ. യെസ്, നീ എൻ്റെ പ്രിയ പുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൻ്റെ സാക്ഷ്യം. ഇനി 3 വർഷത്തെ പരസ്യ ജീവിതം, തൻ്റെ പബ്ലിക് ലൈഫ്, തൻ്റെ പരസ്യ ജീവിതത്തിലും കർത്താവ് വിശ്വസ്തനായിരുന്നു, പരിശുദ്ധനായിരുന്നു. താബോർ മലയിൽ തൻ്റെ പീഡാസഹനത്തോട് തൊട്ടു മുൻപ് താബോർ മലയിൽ കർത്താവ് രൂപാന്തരപ്പെടുന്നുണ്ട്. ആ രൂപാന്തരീകരണ വേളയിൽ വീണ്ടും ദൈവപിതാവ് സാക്ഷ്യപ്പെടുത്തി. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയൊരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ദൈവപിതാവിൻ്റെ സാക്ഷ്യമാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. എത്ര ശക്തമായ സാക്ഷ്യമാണ്! പരിശുദ്ധൻ, പെർഫെക്റ്റ് ലൈഫ്, പൂർണ്ണമായ ജീവിതം. ഇനി പിശാച് എന്താണ് ഈശോയെക്കുറിച്ച് പറഞ്ഞത്? സാത്താൻ്റെ കയ്യിൽ നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമുണ്ട്. നമ്മൾ കപടാത്മാക്കളാണോ? പിശാചിന് അറിയാം സഹോദരങ്ങളെ. നമ്മുടെ ജീവിത വിശുദ്ധിയും നമ്മളിലുള്ള വിശ്വസ്തതയും നമ്മിലുള്ള ദൈവ സാന്നിധ്യവും പിശാചിനെ കുറച്ചൊക്കെ തിരിച്ചറിയാൻ പറ്റും. വചനം പഠിപ്പിക്കുന്നുണ്ട്. പിശാച് എന്താണ് ഈശോയെ നോക്കി പറഞ്ഞത്? ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 34-ാമത്തെ വചനം. നമുക്ക് ഉച്ചത്തിൽ ആ വചനം ഉച്ചത്തിൽ വായിക്കാം. നസ്രാന യേശുവേ, നീ എന്തിന് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ പരിശുദ്ധൻ, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. പിശാചേ വിളിച്ചു പറയാ, നീ ആരാണെന്ന് എനിക്കറിയാം. യേശുവേ, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണ്, നീ ഹോളിയാണ്, നീ പരിശുദ്ധനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാരാ സാക്ഷ്യം നൽകിയത്? പിശാചാണ് സാക്ഷ്യം നൽകിയത്. യേശു ക്രിസ്തു പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധനാണ് നീ. സ്വർഗം സാക്ഷ്യം നൽകി, നരകം സാക്ഷ്യപ്പെടുത്തി കർത്താവിൻ്റെ പരിശുദ്ധി. അവൻ പരിശുദ്ധനാ സഹോദരങ്ങളെ. രണ്ടാമത് നമ്മൾ കണ്ടു ദോഷരഹിതൻ. ദോഷരഹിതൻ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വചനത്തിൽ പെസഹ കുഞ്ഞാടിനെ തെരഞ്ഞെടുക്കുമ്പോൾ ആ കുഞ്ഞാടിന് വേണ്ട 3 യോഗ്യതകളെക്കുറിച്ച് ദൈവം നിഷ്കർഷിക്കുന്നുണ്ട്. എന്താണ് ആ വ്യവസ്ഥകൾ? കോലാടുകളിൽ നിന്നോ ചെമ്മരിയാടുകളിൽ നിന്നോ ആട്ടിൻകുട്ടിയെ തെരഞ്ഞെടുത്തുകൊള്ളുക. എന്നാൽ അതൊരു വയസ്സുള്ളതും ഊനമറ്റതുമായ മുട്ടാടായിരിക്കണം. പെസഹ കുഞ്ഞാടിന് വേണ്ട യോഗ്യത എന്താണ്? അതൊരു വയസ്സുള്ളതും 2 ഊനമറ്റതും 3 മുട്ടാടുമായിരിക്കണം. ഇങ്ങനെയുള്ള കുഞ്ഞാടിന് മാത്രമേ ബലിയർപ്പിക്കുവാനായി നിങ്ങൾ തിരഞ്ഞെടുക്കാവൂ. സ്നാപക യോഹന്നാൻ കർത്താവിനെ നോക്കി വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വചനം. നമ്മുടെ കർത്താവ് ആരാണ് സഹോദരങ്ങളെ? കണ്ടു, തന്നടുത്തേക്ക് യേശു വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാട്. അപ്പം നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവായ യേശുവാണ്. ഈ പെസഹ കുഞ്ഞാടിനെ ഈ ലോകത്തിൻ്റെ അധികാരികൾ പരിശോധിച്ചു. പിലാത്തോസ് പരിശോധിക്കുന്നുണ്ട്, ഹെറോദോസ് പരിശോധിക്കുന്നുണ്ട്, ഈ ലോകത്തിൻ്റെ പല അധികാരികളും പരിശോധിക്കുന്നുണ്ട്. ഇവനിൽ ദോഷമുണ്ടോ?
ഇവനിൽ കുറ്റങ്ങളുണ്ടോ? ഇവനിൽ കേടുപാടുകളുണ്ടോ? ഇവനിൽ കുറവുകളുണ്ടോ? ഇവൻ പെർഫെക്റ്റ് ആണോ? പൂർണ്ണതയുള്ള കുഞ്ഞാടാണോ എന്ന് അധികാരികൾ പരിശോധിക്കുന്നു. അതിൽ മുഖ്യ അധികാരിയായിരുന്നു അന്നത്തെ ഗവർണറായിരുന്ന, യൂദയായിലെ ഗവർണറായിരുന്ന പിലാത്തോസ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 38-ാം വചനത്തിൽ നാം കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച് ഈ സമ്പൂർണ്ണ രക്ഷ എന്തുകൊണ്ടാണ് നമ്മൾ അറിയണം സഹോദരങ്ങളെ. കർത്താവ് രക്ഷ നേടിത്തന്നു നമ്മൾ ചിന്തിച്ചാൽ പോരാ. എപ്രകാരമാണ് ഈ രക്ഷ നമുക്ക് ലഭിച്ചത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ വീണ്ടെടുപ്പിന് അനുഭവം ഉണ്ടായത്? ഈ നിത്യരക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത്? യേശു നമ്മുടെ നിത്യജീവന്റെ ഉറവിടമായി എന്തുകൊണ്ടാണ് മാറിയത്? ഈ അടിസ്ഥാന സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ രക്ഷയിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ആ വിളിയാണ് ക്രൈസ്തവരായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം ലഭിച്ചിരിക്കുന്നത് ഹല്ലേലൂയ, ആമേൻ, 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 ആമേൻ. ആരെല്ലാം യേശുവിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം ഈ വിളി കർത്താവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ ശ്രദ്ധിച്ച് പിലാത്തോസ് അവനോട് ചോദിച്ചു, എന്താണ് സത്യം? തുറന്നു പറയാണ്, അവൻ പരിശോധിച്ച് പറയാം. ഇത് ചോദിച്ചിട്ട് അവൻ വീണ്ടും യഹൂദരുടെ അടുത്ത് ചെന്ന് അവരോട് പറഞ്ഞു, അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല, അവനിൽ ഒരു ദോഷവും ഞാൻ കാണുന്നില്ല. യെസ്, യേശു പെർഫെക്റ്റ് ആണ്, ദോഷരഹിതനാണ്, ദോഷങ്ങളില്ലാത്തവനാണ്. വീണ്ടും പരിശോധിക്കുകയാണ് പിലാത്തോസ്. കാരണം യഹൂദ പ്രമാണികളും പുരോഹിതന്മാരും അധികാരികളൊക്കെ കർത്താവിൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. പിലാത്തോസ് വീണ്ടും പരിശോധിക്കുകയാണ്. 2-ാം പ്രാവശ്യം പരിശോധിച്ചതിന് ശേഷം എന്താണ് പിലാത്തോസ് വിളിച്ചു പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 4-ാമത്തെ വചനം ഉച്ചത്തിൽ വായിക്കണം. ഇത് നമ്മുടെ കർത്താവിൻ്റെ യോഗ്യതയാണ്. കർത്താവ് എപ്രകാരം നമുക്ക് രക്ഷ നേടിത്തന്നത്, ഇത് കർത്താവിൻ്റെ ജീവിതമാണ്. ഉച്ചത്തിലേറ്റു പറയാ വചനം. പിലാത്തോസ് വീണ്ടും പുറത്തു വന്ന് അവരോട് പറഞ്ഞു, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. ഹല്ലേലൂയ, ഒരു കുറ്റവും ഞാൻ അവനിൽ കാണുന്നില്ല. വീണ്ടും 3-ാം പ്രാവശ്യം പരിശോധിക്കുന്നു. യോഹന്നാൻ 19:6 വചനം പറയുന്നു, അവനെ ക്രൂശിക്കുക. പിലാത്തോസ് പറഞ്ഞു, നിങ്ങൾ തന്നെ അവനെ കൊണ്ടുപോയി ക്രൂശിച്ചു കൊള്ളുവിൻ, എന്തെന്നാൽ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. 3 പ്രാവശ്യം പിലാത്തോസ് ഗവർണർ പരിശോധിച്ച് പറയാണ്, ഇവൻ ദോഷമില്ലാത്തവനാണ്. കർത്താവായ യേശു ദോഷരഹിതനാണ്, ഇവൻ പെർഫെക്റ്റ് ആണ്, പൂർണ്ണമായ ജീവിതമാണ് ഇവൻ്റേത്. ഇവനിൽ കേടുപാടുകളില്ല, കുറവുകളില്ല, കുറ്റങ്ങളില്ല. എത്ര ശക്തമായിട്ടാണ് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. മർക്കോസിന്റെ സുവിശേഷം 15:39 വരിക. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ശതാധിപനെ നമുക്ക് കാണാം. ഒരുപാട് ക്രൂശീകരണം നടപ്പിലാക്കിയവനാണ്. ഒത്തിരി പേരെ കുരിശിൽ തൂക്കിയവനാണ്. ആ ശിക്ഷകൾ നടപ്പാക്കിയ സെഞ്ചൂറിയൻ, ശതാധിപൻ, അവൻ ഒരുപാട് കുരിശുമരണം കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ കർത്താവിൻ്റെ ആ കുരിശുമരണം കണ്ടപ്പോൾ ഈ ശതാധിപന് ഒരു സത്യം മനസ്സിലായി. ഇവൻ യഥാർത്ഥ ദൈവപുത്രനാണ്. ഈസ് എ സൺ ഓഫ് ഗോഡ്. ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവന് മനസ്സിലായി. ആ ശതാധിപൻ എന്താണ് വിളിച്ചു പറഞ്ഞത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു വായിച്ചേ. അവൻ അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. സൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പുത്രനായിരുന്നു. സഹോദരങ്ങളെ, എത്ര ശക്തമായ സാക്ഷ്യമാണ്. ദൈവപുത്രനായിരുന്നു. കർത്താവിൻ്റെ ലൈഫ് ദോഷങ്ങളില്ലാത്തതാണ്. ഒരു സെക്കൻഡ് എഴുന്നേറ്റ് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം.
നമ്മളിതിൻ്റെ അവസാന ഭാഗത്തേക്ക് വേഗത്തിൽ വരികയാണ്. നമ്മൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ സമ്പൂർണ്ണ രക്ഷ അത് അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ രക്ഷയിൽ ദിനംതോറും ജീവിക്കുവാൻ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവെ, ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ശുദ്ധീകരിക്കണമേ. തലമുറകളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ സഭയെ ശുദ്ധീകരിക്കണമേ. ഇവിടുത്തെ സമ്പൂർണ്ണമായ രക്ഷ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകട്ടെ. തലമുറകളിൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ ഈ രക്ഷയിൽ നിരന്തരം വളരട്ടെ. കരങ്ങൾ ഉയർത്തി നമ്മൾ ആരെല്ലാം ഈ രക്ഷയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഈ രക്ഷയെ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ഈ മഹത്തരമായ രക്ഷയെ അനുഭവിക്കാൻ ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ, അവരെല്ലാം ഇരുകരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് അതരം തുറന്ന് ഉച്ചത്തിൽ വിളിക്കുന്ന യേശുവേ. ഒഴുകട്ടെ. ഈ രക്ഷയെ അവഗണിക്കരുത്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഈ രക്ഷയെ തള്ളിക്കളയരുത്. ഈ രക്ഷയെ നമ്മൾ റിജക്ട് ചെയ്യരുത്. ഈ രക്ഷയോട് നമ്മൾ പുറംതരി നിൽക്കരുത്. ഈ രക്ഷയെ സ്വീകരിക്കുക. ഈ രക്ഷയിൽ ജീവിക്കുക. ഈ രക്ഷയിൽ വളരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ദമ്പതിമാരെ അനുഗ്രഹിക്കണം. യുവമക്കളെ അഭിഷേകം ചെയ്യണം. കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണം. തലമുറകളെ സുഖപ്പെടുത്തണം. അനേകായിരങ്ങൾ ഈ രക്ഷാകരമായ സൗഖ്യത്താൽ നിറയട്ടെ. സ്തുതിക്കുന്നു. കർത്താവ് നമുക്കായി നേടിത്തന്ന ഈ രക്ഷയെ മുറുകെ പിടിച്ച് ദിനംതോറും ഈ രക്ഷയിൽ ജീവിക്കാൻ നമുക്ക് തീരുമാനമെടുക്കാം. മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കണം, നിഷ്കളങ്കൻ. നമ്മുടെ കർത്താവ് നിഷ്കളങ്കനാണ്. ചതിയില്ലാത്തവൻ, വഞ്ചനകളില്ലാത്തവൻ, കാപഢ്യമില്ലാത്തവൻ. അവനൊരു കപടാത്മാവായിരുന്നില്ല. നിഷ്കളങ്കനാണ്. നിഷ്കളങ്കനായൊരാത്മാവ്. തിരുവചനം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 4-ാമത്തെ വചനം 27:4. നിഷ്കളങ്ക രക്തത്തൊറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. യൂദാസ് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്. ആ പ്രധാന പുരോഹിതന്മാരെ നോക്കി, ഞാൻ നിഷ്കളങ്ക രക്തത്തൊറ്റിക്കൊടുത്തിരിക്കുന്നു. 30 വെള്ളിക്കാശിന് വേണ്ടി ഞാൻ എൻ്റെ കർത്താവിന് ഒറ്റിക്കൊടുത്തു. എൻ്റെ കർത്താവ് നിഷ്കളങ്കനാണ്. അവൻ കാപട്യമില്ലാത്തവനാണ്, ദോഷരഹിതനാണ്. ഞാൻ എൻ്റെ കർത്താവിന് ഒറ്റിക്കൊടുത്തല്ലോ. അവൻ വാവിട്ട് കരയാണ്, കുറ്റബോധത്താൽ പിടയുകയാണ്. അവൻ നിഷ്കളങ്ക രക്തത്തെ, ഇതാരാ പറയുന്നത്? യൂദാസാണ്. 3 കൊല്ലം കർത്താവിൻ്റെ കൂടെ നടന്നവൻ, എപ്പോഴും കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ, കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ജീവിതവും സൂക്ഷ്മമായി നിരീക്ഷിച്ച യൂദാസ് പറയാണ്, എൻ്റെ കർത്താവ് നിഷ്കളങ്കനാണ്. ആ നിഷ്കളങ്കനായ യേശുവിന് ഞാൻ ഒറ്റിക്കൊടുത്തു. ആ രക്തം ഞാൻ ഒറ്റിക്കൊടുത്തു. വേദനയോടെ യൂദാസ് നിലവിളിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നിഷ്കളങ്കനാണ്. യെശയ്യാ പ്രവചനം 53:9 വരിക. 53:9 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? അവനൊരു അതിക്രമവും ചെയ്തില്ല, അവൻ്റെ വായിൽ നിന്നൊരു വഞ്ചനയും പുറപ്പെട്ടില്ല. കണ്ടോ, ഒരു വഞ്ചനയും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടില്ല. അവൻ വഞ്ചന അറിഞ്ഞിട്ടില്ല. അവൻ ആരെയും ചതിച്ചിട്ടില്ല. അവൻ കപടതയോടെ ജീവിച്ചിട്ടില്ല. നിഷ്കളങ്കൻ. അവൻ നിഷ്കളങ്കനായിരുന്നു. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവേ. ഇത് തന്നെയാണ് പത്രോസിലിക സഭയെ പഠിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവിൻ്റെ മഹത്വമാണ് സഹോദരങ്ങളെ. നമ്മുടെ കർത്താവിൻ്റെ ശ്രേഷ്ഠതയാണിത്. നമ്മുടെ കർത്താവിൻ്റെ സ്വഭാവമാണിത്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതമാണ് ദൈവവചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ കർത്താവ് എത്രയോ മഹത്വപൂർണനാണ്. ഗ്ലോറിയസ്. അവൻ മഹത്വപൂർണനായ ദൈവമാണ്. ആമേൻ. മഹത്വപൂർണനായ ദൈവം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 22-23 വചനങ്ങൾ.
ശ്രദ്ധിച്ച് ഉച്ചത്തിലെ വചനം വായിച്ച്. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടില്ല. അവൻ്റെ അധരത്തിൽ വഞ്ചനയില്ല, അവൻ പാപം ചെയ്തിട്ടില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. വ്യക്തമായി പരിശുദ്ധ വചനം പറയുന്നു, അവൻ്റെ അധരങ്ങളിൽ വഞ്ചനയില്ല, നുണയില്ല, കപടതയില്ല. എൻ്റെ സഹോദരങ്ങൾ, നിഷ്കളങ്കനാണ്. പെർഫെക്റ്റ് ലൈഫ് കർത്താവിൻ്റെ കുരിശിലെ ബലിയിലൂടെ, അവൻ്റെ ഉത്ഥാനത്തിലൂടെ നമുക്ക് എന്തുകൊണ്ട് വീണ്ടെടുപ്പ് ലഭിച്ചു, സമ്പൂർണമായ രക്ഷ ലഭിച്ചു? കാരണം അവൻ്റെ ജീവിതം പെർഫെക്റ്റ് ആയിരുന്നു. പൂർണ്ണതയുള്ള ജീവിതമായിരുന്നു നമ്മുടെ കർത്താവിൻ്റെ. നാലാമത് വചനം പഠിപ്പിക്കുന്നു, പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ. യോഹന്നാൻ ശ്ലീഹ സുവിശേഷം 17-ാം അധ്യായം 16-ാം വചനം, യോഹന്നാൻ 17:16. എന്താണ് വചനം പറയുന്നത്? ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ അവരും ലോകത്തിൻ്റെതല്ല. അവർ ലോകത്തിൻ്റെതല്ല പിതാവേ. കണ്ടു, ഞാൻ ലോകത്തിൻ്റെതല്ല. വേർതിരിക്കപ്പെട്ട ജീവിതം. ഈ ലോകത്തിൽ ജീവിച്ചപ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നമ്മുടെ കർത്താവ് ജീവിച്ചു. ആമേൻ. ആ ശ്രേഷ്ഠമായ ജീവിതം നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒരു ക്രൈസ്തവന്റെ വിളി ഇതാ സഹോദരങ്ങളെ. നമ്മൾ ലൗകികരും ജഡീകരുമായി ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. ഇത് നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്നത് നമ്മുടെ ലൗകികതയാണ്, നമ്മുടെ ജഡീകതകളാണ്. എവിടെ ജഡീകത, ജഡപാപങ്ങളുണ്ടോ, അത് സഭയിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും കുടുംബത്തിലാണ്, അത് നമ്മളെ ദുർബലമാക്കും. ഇന്ന് നമ്മുടെ ശക്തിയും കൃപയും ചോർന്നു പോകുന്നെങ്കിൽ അതിന് പ്രധാന കാരണം ഇതാണ്, നമ്മുടെ ലൗകികതയും ജഡീകതയും. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ലോകത്തിനല്ലാത്തതുപോലെ കർത്താവ് ജീവിച്ചു. 1 യോഹന്നാൻ 3-ാം അധ്യായം 5-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നത്, 1 John chapter 3 verse 5, പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. യേശു ക്രിസ്തുവിൽ പാപമില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ കർത്താവിൽ പാപമില്ല സഹോദരങ്ങളെ, പാപമില്ല. നിഷ്കളങ്കനാണ്. 5-ാമതായി സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ്. സ്വർഗത്തിന്മേൽ ഉയർത്തപ്പെട്ടവൻ. ദൈവപിതാവ് അത്യധികം നമ്മുടെ കർത്താവിനെ ഉയർത്തി. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ തിരുവചനം. മാർക്കോസ് 16:19. കർത്താവ് യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. എത്ര ശക്തമാണ് ഈ വചനം. കർത്താവ് അത്യധികം ഉയർത്തപ്പെടുകയാണ്, സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയാണ്. ദൈവപിതാവിൻ്റെ വലതുഭാഗത്ത് കർത്താവ് ഉപവിഷ്ടനാവുകയാണ്. അത് അവൻ്റെ അധികാരത്തെ ശക്തിയെയും കാണിക്കുന്നു. നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കർത്താവ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 55-ാമത്തെ തിരുവചനം. അപ്പോസ്തല പ്രവൃത്തി 7:55 വീണ്ടും വചനം പഠിപ്പിക്കുന്നു. എന്നാൽ അവർ പറഞ്ഞത്, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന് മഹത്വം ദർശിച്ചു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. സ്വർഗത്ത് ഉയർത്തപ്പെടുകയാണ് കർത്താവ്. യേശു എവിടെ നിൽക്കുന്നത്? ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് എസഫാനോസ് കാണുകയാണ്. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 5:31 എന്താ വചനം പഠിപ്പിക്കുന്നത്? ശ്രദ്ധിച്ച് ഉണർവോടെ വചനം വായിച്ച്. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ
നാഥനും രക്ഷകനുമായി തൻ്റെ വലതുഭാഗത്തേക്ക് ഉയർത്തി. ഹല്ലേലൂയ. സ്വർഗത്തിനുമേൽ അവൻ ഉയർത്തപ്പെട്ടു. നമ്മുടെ കർത്താവ് കാരണം അവന്റെ ജീവിതമാണ്. ഇതുപോലെ ഈ ലോകത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് കൃപയോടെ ജീവിക്കുമ്പോൾ നിത്യതയിൽ കർത്താവ് അവനോടൊപ്പം നമ്മൾ ഇരുത്തും. സഹോദരങ്ങളെ, നമ്മൾ അവനോടുകൂടെ വാഴും, അവന്റെ ജീവനിൽ വാഴും, കർത്താവിന്റെ മഹത്വത്തിൽ വാഴും. ഇത് വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്, നിങ്ങൾ മറക്കരുത്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കൊച്ചു ബുദ്ധിക്ക് ഈ മഹത്വം മനസ്സിലാക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഈ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് സഭയിലെ വിശുദ്ധാത്മാക്കള്, രക്തസാക്ഷികള്. പൗലോസിലേക്ക് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അവിടെ 9-ാമത്തെ തിരുവചനം. ഫിലിപ്പി 2:9 എന്താണ് വചനം പറയുന്നത്? ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഹല്ലേലൂയ. എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം, സകല നാമങ്ങൾക്കും മേലായ നാമം. ഈ ലോകത്തിൽ അറിയപ്പെടുന്ന, സ്വർഗത്തിലും ഭൂമിയിലും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങളെക്കാളും മേലായ നാമം നൽകി പിതാവായ ദൈവം കർത്താവായ യേശുവിനെ അത്യധികം ഉയർത്തി. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, ആമേൻ, എല്ലാ നാവും പാടിടും, ജീസസ്, യേശു മാത്രം കർത്താവെന്ന്. അഭിഷേകത്തോടെ ഏറ്റുപാടുകേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. Jesus is the Lord. യേശു മാത്രം കർത്താവെന്ന്. Jesus is the Lord. യേശു മാത്രം കർത്താവെന്ന്. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം, ആമേൻ, ആമേൻ, യേശുവിന് നൽകപ്പെട്ടു. എല്ലാ അധികാരങ്ങളും അവന്റെ കാൽച്ചുവട്ടിലായി. എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും പ്രഭുത്വങ്ങൾ, ലോകത്തിൽ അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും ഉപരിയായി ദൈവപിതാവ് യേശുവിനെ അത്യധികം ഉയർത്തുകയാണ്. സ്വർഗത്തിനുമേൽ അവൻ ഉയർത്തപ്പെട്ടു. ആമേൻ, ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിനോട് ചേർന്ന് അവന്റെ രക്ഷയിൽ ജീവിക്കുന്ന ഓരോ ദൈവ പൈതലിനും ഇതേ അനുഭവമാണ്, ഇതേ മഹത്വമാണ് കർത്താവ് നൽകുന്നത്. സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ വിളി കർത്താവിനോട് കൂടെ അവിടുത്തെ മഹത്വത്തിൽ വസിക്കുവാനുള്ള വിളിയ. നമ്മൾ ഈ ലോകത്തിൽ അവസാനിച്ചു പോകാനുള്ളവരല്ല. ഈ ലോക ജീവിതത്തിനപ്പുറം നമുക്ക് നിത്യമായൊരു ജീവിതമുണ്ട്, നമുക്കൊരു നിത്യതയുണ്ട്. ഈ നിത്യത നമ്മൾ അവൻ്റെ മഹത്വത്തിലാണ്. അവനോട് കൂടെ നമ്മൾ ഇരുത്തും. അവൻ്റെ സിംഹാസനത്തിൽ അവനോടൊപ്പം എന്നെയും നിങ്ങളെയും കർത്താവ് ഇരുത്തും. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? നമ്മൾ കർത്താവിൻ്റെ ജീവിതത്തിൽ കണ്ടില്ലേ? നമ്മൾ വിശുദ്ധിയോടെ നിഷ്കളങ്കരായി നമ്മളെ തന്നെ വിശുദ്ധീകരിച്ച് നമ്മൾ കൃപയിൽ ജീവിക്കുമ്പോൾ, യേശു നമുക്കായി നേടിത്തന്ന ഈ നിത്യരക്ഷയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, സഹോദരങ്ങളെ, ഈ ജീവിതത്തിനപ്പുറം അവനോടുകൂടെ അവൻ്റെ മഹത്വത്തിൽ കർത്താവ് നമ്മൾ ഇരുത്തും. വെളിപാട് പുസ്തകത്തിലൊക്കെ നമുക്കിത് ഒത്തിരി കാണാൻ പറ്റും. ഈ സത്യം മനസ്സിലാക്കി കർത്താവിൻ്റെ രക്ഷയിൽ ജീവിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. പെർഫെക്റ്റ് സാൽവേഷൻ, ഈ സമ്പൂർണ്ണമായ രക്ഷ നമുക്ക് സ്വന്തമാക്കാം.